നമസ്കാരം, ഞാൻ ശ്രാവൺനാഥ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വണ്ടിയുടെ റിവ്യൂ ചെയ്യാനൊന്നല്ല കേട്ടോ. ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. കോഴിക്കോട് കുന്നമംഗലത്തിൻ്റെ അടുത്തുള്ള ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കടയുടെ പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം ഒരു 13 കിലോമീറ്റർ മാറി വയനാട് റൂട്ടിൽ കാരന്തൂർ അങ്ങാടിയോട് ചേർന്ന് ശ്രീ തുറയിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ എത്തിച്ചേരുമ്പോൾ അമ്പലത്തിന്റെ മെയിൻ ബോർഡിനോട് ചേർന്ന് തന്നെ മെയിൻ റോഡ് സൈഡിൽ ചന്ദ്രേട്ടന്റെ ചായക്കട എന്ന ബോർഡ് നമുക്ക് കാണാം. ആ റോഡിന് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 650 മീറ്റർ മാറിയാണ് ഈ ചായക്കട. ഞങ്ങളെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളെല്ലാം അങ്ങോട്ടേക്കാണെന്ന് അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം അവിടുത്തെ പാർക്കിംഗ് ഏരിയ ഏകദേശം ഫുള്ളായിരുന്നു. ഈ ഒരു ഇടവഴിയിലൂടെ നടന്നു വേണം നമുക്ക് അവിടേക്ക് എത്താൻ. ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന ചന്ദ്രേട്ടന്റെ ചായക്കട. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഈ ഒരു ചായക്കട ഞങ്ങൾ ചെന്ന സമയത്ത് ഫുള്ളാണ്. ഉടനെ ഒന്നും സീറ്റ് കിട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങളൊന്ന് അടുക്കള വശത്തേക്ക് നീങ്ങി. ഇതാണ് ഈ കടയുടെ മെയിൻ കിച്ചൺ. എല്ലാവരും നല്ല തിരക്കിലായതുകൊണ്ട് ഒന്നും ചോദിച്ചറിയാൻ പറ്റിയില്ല. അടുക്കളന്റെ ഒരു വശത്തായിട്ട് പത്തിരിന്റെ പണി നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നാടൻ ചട്ടിയിലാണ് ഇവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ നല്ല കേദറ മുളക് വരട്ടി പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ താഴെ ഈ ഒരു ചെമ്പ് നിറയെ നമ്മുടെ മെയിൻ ഐറ്റം പുഴുക്ക് ഇവിടെ റെഡിയാണ്. അങ്ങനെ കുറച്ചേരം അടുക്കളയിലൊക്കെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയത്. അങ്ങനെ ഇലയിട്ടതിന് ശേഷം ആദ്യം വന്നത് ഇവിടുത്തെ മെയിൻ ഐറ്റം ആയ കപ്പയും കായും ചെറുപയറും അടങ്ങിയ പുഴുക്കാണ്. അതിന്റെ കൂടെ പത്തിരിയും കേദർ മീനും ഞങ്ങൾ ഓർഡർ ചെയ്തു. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. വെറുതെ അല്ല ഇവിടെ ഇത്രയും തിരക്കെന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. പൊതുവെ ഞായറാഴ്ചകളിൽ ഭയങ്കര തിരക്കാണ് ഇവിടെ. കാണുന്നതാണ് ഈ ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ആള്. ഇപ്പൊ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് 1-2 കാര്യങ്ങൾ ചന്ദ്രേട്ടനോട് ചോദിക്കാം. ചന്ദ്രേട്ടാ നമസ്കാരം. ഇത് എങ്ങനെയാണ് ഇവിടുത്തെ ടൈമിങ്? രാവിലെ എത്ര മണിക്കാണ്? രാവിലെ 8 മണി മുതൽ 4 മണി വരെ. ഞായറാഴ്ച 3 മണി വരെ. ചോറ് കാര്യങ്ങളെല്ലാം ഉണ്ടോ? ചോറുണ്ട്. 12 മണി ചോറാ. 12:15 വരെ. രാവിലെ മുതൽ എന്തൊക്കെ ഭക്ഷണം ഇവിടെ സെർവ് ചെയ്യുന്നു? രാവിലെ പത്തിരി, പുട്ട്, പുഴുക്ക്, പൊരിച്ചത്തിരി, മീൻ, പിന്നെ ചിക്കൻ അരിങ്ങാട്. ഞങ്ങൾക്ക് എന്തായാലും ഫുഡ് വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും വരാട്ടോ. അങ്ങനെ ക്യാഷൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരത്തും ചന്ദ്രേട്ടൻ ഫോണിൽ നല്ല തിരക്കിലായിരുന്നു. ഇവിടെ വരുന്നവരോട് ഞങ്ങൾക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ബസ്സൊക്കെ പോകുന്ന റോഡാണ്. അതുകൊണ്ട് റോഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ റോഡിൽ ഒരു വശത്ത് മാത്രമായിട്ട് പാർക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.